ബീഹാറിൽ സമാനതകളില്ലാത്ത തിരിച്ചടിയാണ് കോൺഗ്രസിന് ഇപ്പോൾ നേരിട്ടിരിക്കുന്നത്. കേവലം 6 സീറ്റുകളിലേക്ക് മാത്രം കോൺഗ്രസ് ഒതുങ്ങിപ്പോയിരിക്കുന്നു. രാജ്യത്ത് തന്നെ കോൺഗ്രസ് നേരിട്ട ഏറ്റവും വമ്പൻ തോൽവിയാണ് ഇപ്പോൾ ബീഹാറിലുണ്ടായിരിക്കുന്നത്. അധികാരം പിടിക്കുമെന്നും മഹാഗഠബന്ധൻ സഖ്യം അധികാരത്തിൽ വരുമെന്നുമൊക്കെ പറഞ്ഞ് വീമ്പ് പറഞ്ഞ തേജസ്വി യാദവിനൊപ്പം തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ തുടക്കത്തിൽ വേദികൾ പങ്കിട്ട രാഹുൽ ഗാന്ധിയുടെ തുടർച്ചയായ വമ്പൻ പരാജയമായി ബീഹാർ തോൽവി കൂടി മാറുന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. ബീഹാറിൽ നേരിട്ട ഈ വമ്പൻ പരാജയം കോൺഗ്രസിനെ എല്ലാ കാലവും വേട്ടയാടുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. തെരഞ്ഞെടുപ്പ് സീറ്റ് വിഭജനത്തിന്റെ തുടക്കം മുതൽ തന്നെ കോൺഗ്രസ് ചില കടുംപിടുത്തങ്ങൾ ബീഹാറിൽ നടത്തിയിരുന്നു. 70 സീറ്റുകൾ വേണമെന്ന് മഹാഗഠബന്ധൻ സഖ്യത്തിൽ കോൺഗ്രസ് കടുംപിടുത്തം പിടിച്ചു. ഇപ്പോൾ ആ തീരുമാനത്തിൽ 70 സീറ്റുകൾ കോൺഗ്രസിന് നൽകാനുള്ള തീരുമാനത്തിൽ RJD ദുഃഖിക്കുകയാണ്. അതുമാത്രവുമല്ല, ഇന്ത്യ മുന്നണിയിൽ കോൺഗ്രസ് ചത്തക്കുതിരയായി മാറിയിരിക്കുന്നു. രാഹുൽ ഗാന്ധി ആകട്ടെ എടുക്കാച്ചരക്കായി മാറിയിരിക്കുന്നു. ഇനി എന്തിന് കോൺഗ്രസ് എന്ന ഈ ചത്തക്കുതിരയെ ചുമക്കണമെന്ന ചിന്ത ഇന്ത്യ മുന്നണിയിലെ പല ഘടകകക്ഷികളും ഇതിനകം ഉയർത്തിക്കഴിഞ്ഞിരിക്കുന്നു. ഇന്ത്യ മുന്നണിയിലെ പ്രധാനപ്പെട്ട കക്ഷി കോൺഗ്രസ് ആണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് പല തെരഞ്ഞെടുപ്പുകളിലും കോൺഗ്രസ് കൂടുതൽ സീറ്റുകൾ ചോദിക്കുന്നത്. ആ ഇന്ത്യ മുന്നണിയിൽ തൃണമൂലുണ്ട്. തൃണമൂൽ ചിലപ്പോഴൊക്കെ പുറത്തു പോകുന്നു, അകത്ത് വരുന്നു. DMK ഉണ്ട്, അതുപോലെ തന്നെ നിരവധി കക്ഷികളുണ്ട്. RJD ഉണ്ട്. അപ്പോൾ ഇവിടെയൊക്കെ നടക്കുന്ന തെരഞ്ഞെടുപ്പുകളിൽ ആ കക്ഷികളുടെ ആ രാഷ്ട്രീയ മുന്നണിയുടെ സീറ്റ് കൂടി കോൺഗ്രസിന് വിഭജിച്ച് നൽകുകയാണ് ചെയ്യുന്നത്. എന്നിട്ടോ ആ സീറ്റുകളിൽ തോറ്റമ്പുകയാണ് കോൺഗ്രസ്. പരാജയമടയുന്നു, തീർത്തും പരാജയമടയുന്നു. അത്തരമൊരു സാഹചര്യത്തിൽ എന്തിനാണ് കോൺഗ്രസിനെ കൂട്ടുപിടിക്കുന്നത്? മമതാ ബാനർജി കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനെ കൂട്ടുപിടിച്ചില്ല. കോൺഗ്രസിന് സീറ്റ് കൊടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു, സ്വന്തമായി മത്സരിച്ചു, വേണ്ടത്ര വിജയവും നേടി. ഇനി മുതൽ അങ്ങനെ ഒരു നീക്കം, അങ്ങനെ ഒരു അടവ് നയം ഇന്ത്യ മുന്നണിയിലെ സഖ്യ രാഷ്ട്രീയ പാർട്ടികൾ നടത്തിയാലും അത്ഭുതപ്പെടാനില്ല. കോൺഗ്രസിനെ മടുത്തിരിക്കുന്നു ഇന്ത്യ മുന്നണി സഖ്യത്തിന്. നിരന്തരം പരാജയം മാത്രം ഏറ്റുവാങ്ങുന്ന രാഹുൽ ഗാന്ധിക്ക് കീഴിൽ കോൺഗ്രസിന് ഒരു തിരിച്ചു വരവില്ല എന്ന് ഇന്ത്യ മുന്നണിയിലെ ഘടകകക്ഷികൾ വ്യക്തമായി പറയുന്നു. തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപ് ഒരു വോട്ട് ചോരി വിവാദവുമായി രാജ്യത്തെ ഞെട്ടിക്കാൻ ഇറങ്ങി പുറപ്പെട്ടതാണ് രാഹുൽ ഗാന്ധി. ഹരിയാനയിൽ 1 വർഷം മുൻപ് നടന്ന തെരഞ്ഞെടുപ്പിൽ വലിയ വോട്ട് ചോരി, 50 മുതൽ 60 ലക്ഷം വരെ വോട്ടുകൾ കള്ള വോട്ടായി ചെയ്തു. അങ്ങനെ ഒരു ഹൈഡ്രജൻ ബോംബ് എന്നൊക്കെ ഇങ്ങനെ വിശേഷിപ്പിച്ചുകൊണ്ട് മാധ്യമങ്ങളിൽ വലിയ പവർ പോയിന്റ് പ്രസന്റേഷൻ നടത്തി. കേരളത്തിലെ കുറച്ച് മാധ്യമങ്ങൾ മാത്രമാണ് വേണ്ടത്ര അതിന് പ്രാധാന്യം കൊടുത്തത്. കേരളത്തിൽ ചിലയിടത്തൊക്കെ ചർച്ചയായി എന്നും വയ്ക്കാം. എന്നാൽ അത് ഉത്തരേന്ത്യയിലൊന്നും വില പോയില്ല. ബീഹാറിലെ ജനങ്ങൾക്ക് വോട്ട് ചോരിയെക്കുറിച്ചല്ല ചർച്ച ചെയ്യാൻ സമയമുണ്ടായിരുന്നത്. ജനങ്ങളുടെ, സ്ത്രീകളുടെ അക്കൗണ്ടുകളിലേക്ക് 10,000 രൂപ നൽകുമെന്നുള്ള NDAയുടെ വാഗ്ദാനം, അവിടെ നക്സലിസം തിരിച്ചു വരാൻ അനുവദിക്കില്ല എന്നുള്ള NDAയുടെ വാഗ്ദാനം, മദ്യനിരോധനം തുടരുമെന്നുള്ള NDAയുടെ വാഗ്ദാനം, ഇതാണ് ബീഹാറിലെ ജനങ്ങളെ ആകർഷിച്ചത്. വോട്ട് ചോരിയിൽ രാഹുൽ ഗാന്ധി കത്തിക്കയറിയപ്പോൾ NDAയുടെ പെട്ടിയിലേക്ക് വീണത് വോട്ടുകളുടെ കുത്തൊഴുക്കായിരുന്നു. അവിടെ പോളിംഗ് ബൂത്തുകളിൽ ക്യൂ നിന്ന 10,000 വരിവരിയായി നിന്നവർ വോട്ട് ചെയ്തത് നരേന്ദ്രമോദിക്കും നിതീഷ് കുമാറിനുമായിരുന്നു. സംസ്ഥാനത്തിന്റെ വികസനവും തങ്ങളുടെ പട്ടിണി മാറ്റാനുള്ള ശ്രമങ്ങൾക്കുമാണ് അവർ വോട്ട് നൽകിയത്. അല്ലാതെ എവിടെയെങ്കിലും വരുന്ന പവർ പോയിന്റ് പ്രസന്റേഷൻ നടത്തി അവിടെ അത്ര വോട്ട് പോയി, ഇവിടെ ഇത്ര വോട്ട് പോയി എന്ന് പറഞ്ഞ് ഓരോ ഗിമ്മിക്കുകളുമായി, ഓരോ തട്ടിപ്പുകളുമായി ഓരോ തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ ഇറങ്ങുന്ന രാഹുൽ ഗാന്ധിയെ ആ ജനം വിശ്വസിച്ചില്ല. ആ ജനം രാഹുൽ ഗാന്ധിയെ തള്ളിക്കളഞ്ഞു. അതാണ് ഈ ഇന്നത്തെ തെരഞ്ഞെടുപ്പ് ഫലത്തിൽ നമ്മൾ കണ്ടത്. എന്തായിരുന്നു ഒരു കാലത്ത് ബീഹാറിൽ കോൺഗ്രസിന്റെ അവസ്ഥ? 90-ൽ കോൺഗ്രസിന്റെ മുഖ്യമന്ത്രിയാണ് ബീഹാർ ഭരിച്ചത്. അവിടെ നിന്ന് കോൺഗ്രസ് ബീഹാറിൽ എവിടേക്ക് പോയി? 2010 എത്തുമ്പോഴേക്കും 208 സീറ്റ് നേടി NDA അത്ഭുതകരമായി അധികാരത്തിൽ വന്നു. 2025 ഈ തെരഞ്ഞെടുപ്പിൽ BJP 202 സീറ്റുകളാണ് ഇതുവരെ നേടിയിരിക്കുന്നത്. കോൺഗ്രസിന്റെ അവസ്ഥ അതിദയനീയം. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 2020 കോൺഗ്രസ് 70 സീറ്റിൽ മത്സരിച്ചു, നേടിയത് 27 സീറ്റ്. ഇക്കുറിയും അടികൂടി തമ്മിലടിച്ച് 70 സീറ്റുകൾ പിടികൂടി വാങ്ങിച്ചു.
എന്നിട്ട് ജയിച്ചതോ 6 സീറ്റുകളിൽ. കോൺഗ്രസിനേക്കാൾ മുകളിലാണ് ഇടതു കക്ഷികൾ. CPI ML-ഉം CPI-യും ഒക്കെ ചേർന്ന് ഉള്ള സഖ്യം കൂട്ടിയാൽ കോൺഗ്രസിനേക്കാൾ കൂടുതൽ സീറ്റുകൾ അവർക്കുണ്ട്. അപ്പോൾ കോൺഗ്രസ് നശിച്ച് നാമാവിശേഷമായിരിക്കുന്നു. കോൺഗ്രസിനെ കൂടെ കൂട്ടിയതിൽ ദുഃഖിക്കുകയാണ് ഇപ്പോൾ RJD-യും അതുപോലെ തന്നെ മറ്റു പാർട്ടികളും. എവിടെയാണ് കോൺഗ്രസ് വിജയിച്ചത്? ഹരിയാനയിൽ വിജയിച്ചില്ല, മഹാരാഷ്ട്രയിൽ പരാജയപ്പെട്ടു. കോൺഗ്രസിന്റെ തന്ത്രങ്ങൾ, രാഹുൽ ഗാന്ധിയുടെ തന്ത്രങ്ങളെല്ലാം അമ്പയെ പരാജയപ്പെടുകയാണ് രാജ്യത്ത്. ഈ രാഹുൽ ഗാന്ധിയുടെ വർഗീയ പ്രീണന നയവും അതുപോലെയുള്ള തരാതരങ്ങൾ പോലെ മാധ്യമങ്ങളെ കൂട്ടുപിടിച്ച് നടത്തുന്ന വമ്പൻ ഗിമ്മിക്കുകളിലുമൊന്നും സാധാരണ ജനം വീഴുന്നില്ല. സാധാരണ ജനത്തിന് അന്നന്നത്തേക്കുള്ള അന്നമാണ് പ്രധാനം, മക്കളുടെ വിദ്യാഭ്യാസമാണ് പ്രധാനം, അവരുടെ തൊഴിൽ സുരക്ഷയാണ് പ്രധാനം, അവരുടെ സാമ്പത്തിക ഭദ്രതയാണ് പ്രധാനം, അവരുടെ ജീവിത സാഹചര്യം വർദ്ധിക്കുകയാണ് പ്രധാനം, ടോയ്ലറ്റ് സൗകര്യമാണ് പ്രധാനം, കുടിവെള്ളമാണ് പ്രധാനം, അവരുടെ മക്കളുടെ വിവാഹമാണ് പ്രധാനം, സ്ത്രീകളുടെ സുരക്ഷയാണ് പ്രധാനം. ഇതൊക്കെയാണ് അവർ മുൻതൂക്കം നൽകുന്ന കാര്യങ്ങൾ. ഇതിലൊന്നും ശ്രദ്ധ കേന്ദ്രീകരിക്കാതെ രാഹുൽ ഗാന്ധി ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓരോ നുണബോംബുകളുമായി രംഗത്ത് വരികയും കോൺഗ്രസ് പാർട്ടി അതിൻ്റെ പുറകെ പോവുകയും ഒടുവിൽ തെരഞ്ഞെടുപ്പ് റിസൾട്ട് വരുമ്പോൾ 8 നിലയിൽ പൊട്ടുകയും ചെയ്യുന്നത് എത്ര കാലം സഹിക്കണമെന്ന് രാജ്യത്തെ പ്രതിപക്ഷ പാർട്ടികൾ ചോദിക്കുന്നു. ഈ കോൺഗ്രസിനെ, ഈ ഗതികെട്ട കോൺഗ്രസിനെ എത്ര കാലം ചുമക്കണം? ഇതൊരു വലിയ ചോദ്യമാണ്. പരാജയം വല്ലപ്പോഴും ഉണ്ടാകാം. എന്നാൽ 2004 മുതൽ 2025 വരെയുള്ള കാലഘട്ടത്തിൽ രാഹുൽ ഗാന്ധി നയിച്ച 95 തെരഞ്ഞെടുപ്പുകളിലാണ് കോൺഗ്രസിന് പരാജയം നേടേണ്ടി വന്നത്. തെരഞ്ഞെടുപ്പ് പരാജയങ്ങളുടെ കാര്യത്തിൽ വല്ല മത്സരവും ഉണ്ടായിരുന്നെങ്കിൽ റെക്കോർഡ് നേട്ടത്തോടുകൂടി രാഹുൽ ഗാന്ധി അതിൽ വിജയി ആയേനെന്നാണ് BJPയുടെ ഇപ്പോഴത്തെ പരിഹാസം. സോഷ്യൽ മീഡിയ ഒക്കെ BJPയുടെ ഈ ആക്ഷേപത്തെ വലിയ രീതിയിൽ വൈറലാക്കുന്നുണ്ട്. എന്തായാലും ഇത് ചരിത്രത്തിലെ ഏറ്റവും വലിയ തിരിച്ചടിയാണ് ബീഹാറിൽ കോൺഗ്രസിനുണ്ടായിരിക്കുന്നത്. കോൺഗ്രസ് ഒറ്റ സംഖ്യയിലേക്ക് ചുരുങ്ങിയിരിക്കുന്നു. കോൺഗ്രസിന്റെ പ്രതാപം എന്നേക്കുമായി അവസാനിച്ചിരിക്കുന്നു. വെറും സാന്നിധ്യം മാത്രമായി കോൺഗ്രസ് മാറുന്നു. ഒരു കോൺഗ്രസ് മുക്ത ഭാരതമാണോ, ഭാരതത്തിലേക്കാണോ കാര്യങ്ങൾ പോകുന്നത് എന്ന വലിയ ചോദ്യമാണ് ഇവിടെ ഉയരുന്നത്.